താങ്ക് യു ജീസസ്. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തുടർമാനമായിട്ട് നമ്മൾ എനിക്കൊന്ന് 5 ഞായറാഴ്ചയും നമ്മൾ കേട്ട ഒരു ദൈവവചനത്തിൻ്റെ ശബ്ദമുണ്ട്. ഞാൻ ഈ ഒക്ടോബർ മാസം മുതൽ കേൾക്കുന്നൊരു ദൈവശബ്ദമാണ്. ആമേൻ. ഒരു ഹാർവെസ്റ്റ് നമുക്ക് വെച്ചിട്ടുണ്ട്. വാതുറന്ന് പറഞ്ഞ് ദൈവം നമുക്കൊരു ഹാർവെസ്റ്റ് വെച്ചിട്ടുണ്ട്. പറഞ്ഞൊരു കൊയ്ത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്, ഒരു കൊയ്ത്ത് എനിക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വർഷം കൊയ്തെടുക്കുമെന്ന് പറയുന്നവർ, ആമേൻ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു പാട്ടുണ്ടായിരുന്നു, നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും. ആമേൻ, സ്തോത്രം. പൈങ്കിളിയെ അല്ല, ഒന്നൊന്നര പാട്ടാണ്. നമ്മൾ കൊയ്യുന്ന വയലുകളെല്ലാം, ആമേൻ, ചേർന്ന് പറഞ്ഞ് നമ്മൾ കൊയ്യും, നമ്മൾ കൊയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ എങ്ങനെയാണ് ഒരത്ഭുതം നടക്കുന്നത്, എങ്ങനെയാണ് ഒരു അത്ഭുതം. ഞാൻ ഈ നമ്മുടെ ടിജോ പാഷ എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പം ഒരു ലൈവ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് ഓഫ് ഗ്ലോറി, നിങ്ങൾക്ക് ആ സമയത്ത് പോകാൻ നമുക്ക് പറ്റത്തില്ല. വെളുപ്പിന് നമ്മുടെ 1 മണിക്കൊക്കെ ആയിരിക്കും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രവചനത്തെ പറ്റിയൊക്കെ പല കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ സിമ്പിൾ കാര്യം പറയുന്നത്, പക്ഷേ നമുക്കത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു കാര്യം സംഭവിക്കാൻ പോണേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളങ്ങ് പറയുക. അല്ല, ഏലിയാവ് നമുക്ക് ആരാന്നാ പറഞ്ഞേ? സ്വഭാവം മാത്രമേ ഏലിയാവിനുള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏലിയാവും നമ്മളുള്ള മെയിൻ സ്വഭാവം. ആ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മളും ഏലിയാവും ഒരുപോലെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏലിയാവിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നറിയോ? താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഒരു രാജാവിനോട് പോയി പറഞ്ഞിട്ട് പോരും, ഇനി ഞാൻ പറയാതെ. അതവൻ്റെ ഫെയ്ത്ത് അവിടെ പറയുക. അവൻ പറയുന്നതല്ല, ആദ്യം ഇതെവിടെ പറഞ്ഞെന്നറിയോ? അവൻ്റെ ഹൃദയത്തിനകത്ത് കടന്ന ഫെയ്ത്ത് അവൻ രാജാവിനോട് പ്രഖ്യാപിച്ചു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഇന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? രാജാവ് വേണ്ട, തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ സഹവിശ്വാസിയോട്, ഭാര്യയോട്, ഭർത്താവിനോട് ദൈവം രാത്രിയിൽ എന്നോട് ഇടപെട്ടെന്നും പറഞ്ഞ് ബിനോയ് ചായ സബിത ചേച്ചിയോടൊന്ന് പറയാൻ പറ്റുമോ? ബിനോയ് ചാൻ ചിന്തിക്കുന്നതിന് ദൈവം തന്നെയാണോ അത്? സംഭവിച്ച് കഴിയുമ്പം ബിനോയ് ചാൻ പറയുന്നൊരു കാര്യം, എൻ്റെ സബിതയെ ഞാനത് കണ്ടതായിരുന്നല്ല, ഞാൻ ആ ശബ്ദം. കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ അകത്ത് നമുക്കിപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്നോട് ഇന്ന് പറയാമോ, കർത്താവ് എന്നോട് സംസാരിക്കും. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇന്ന് പൊളിക്കാം. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയരുത്, കർത്താവേ ഇന്ന് പാസ്റ്റർ ദൈവം അങ്ങനെ സംസാരിക്കട്ടെ, ദൈവം സംസാരിക്കും, എന്നോട് സംസാരിക്കണേ, അങ്ങനെ സംസാരിക്കണം. പക്ഷേ നിങ്ങളോട് ദൈവം പേഴ്സണലി സംസാരിക്കുമെന്ന് വാതുറന്ന് പറഞ്ഞു. എന്നോട് ദൈവം വ്യക്തിപരമായിട്ട് സംസാരിക്കും. നിൻ്റെ ജോലിക്കിടയ്ക്ക് ദൈവം നിന്നോട് സംസാരിക്കും. നീ വീട്ടിനകത്തിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ചേർന്ന് പറഞ്ഞ്, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയും, ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ വാഗൊണ്ട്, അയ്യോ എല്ലാവരും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, വാഗൊണ്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഹൃദയത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മളിത് പറയാൻ. അതങ്ങനെ പറഞ്ഞ് ഇല്ലാത്തതിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യാന്നറിയാമോ? ക്രമീകരിച്ചു കൊണ്ടേ ഇരിക്കുക. അതങ്ങനെ ചെയ്യുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒന്നിച്ച് ആ ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 18-19 വാക്യങ്ങളായിരുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്ന, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അവയൊരിക്കലും ഒരു നാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ദോഷം വരുത്തത്തില്ല എന്നുള്ള വാക്യം നമ്മൾ കഴിഞ്ഞ 31-ാം തീയതി മുതൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആമേൻ പ്രഖ്യാപിച്ച ഒരു വേദഭാഗമുണ്ടായിരുന്നു. ദൈവം ആമേൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാതെ അഭിവൃദ്ധി തന്നുകൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. യവക്കൊയ്ത്ത് കഴിയുമ്പോൾ, യവക്കൊയ്ത്ത് എപ്പം കഴിയുമെന്ന് ചോദിച്ചാൽ അടുത്ത കൊയ്ത്ത് നിൻ്റെ മുമ്പിൽ സെറ്റായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സീസണ് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മൾ നാട്ടിൽ പോകുന്ന പോലെ അല്ലായിരിക്കും എന്ന് ചേർന്ന് പറഞ്ഞ്, യവക്കൊയ്ത്ത് കഴിഞ്ഞാൽ മുന്തിരിയുടെ കാലമായിരിക്കും. എന്ന് പറഞ്ഞാൽ കൊയ്ത്തിന് എന്ത് ചെയ്യില്ല, ലാഗ് ചെയ്യത്തില്ല. കൊയ്ത്ത് ലാഗ് ചെയ്യാതെ കാര്യങ്ങൾ നടത്തുമെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രഖ്യാപിച്ചത്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെ പറഞ്ഞ് ഒരിക്കൽ കൂടി വാതുറന്ന് പറഞ്ഞ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൊയ്തെടുക്കും. വാതുറന്ന് പറയുക, ഞങ്ങൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ കൊയ്തെടുക്കും. ഞങ്ങൾ കൊയ്തെടുക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആമേൻ അത്ഭുതങ്ങളെ കണ്ടിരിക്കും.
ഇന്ന് രാത്രി ഈ പകലിലും അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്കുകൂടെ വായിക്കാം. ഹോശേയ പ്രവചനങ്ങളുടെ പുസ്തകം. ഹോശേയ പ്രവചനങ്ങളുടെ പുസ്തകം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. 2-ാം അധ്യായം 21-23 വാക്യം, 21 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വായിച്ചു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. അത് ഭൂമിക്ക്, നമ്മൾ ഹാർവസ്റ്റിനെ പറ്റി കേൾക്കാൻ പോവാ, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അടുത്ത വാക്ക്, ആ വാക്കൊന്നൊരിക്കൽ കൂടെ പറഞ്ഞേ. അവ ഇസ്രായേലിന് ഉത്തരം നൽകും. ചേർന്ന് പറഞ്ഞേ, അവ ഇസ്രായേലിന്. നിങ്ങൾ ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ, അവ ഉത്തരം നൽകും. 21, 22 ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ഇരിക്കുന്ന ബൈബിളൊക്കെ തുറന്ന് നിങ്ങൾ ഒന്നും കൂടെ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ അത് മലയാളത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് നോക്കുക. ഒന്നും കൂടെ വായിച്ചേ. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. ചേർന്ന് പറഞ്ഞ്, യഹോ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഉത്തരം നൽകുന്നവനാണ്. പറഞ്ഞേ, ഉത്തരം നൽകുന്നവനാണ്. എന്നിട്ട് അടുത്ത വാക്ക്, ആകാശത്തിന് ഉത്തരം നൽകും. 2, യഹോവ ആകാശത്തിന് ഉത്തരം നൽകും. പിന്നീട് നടക്കുന്നത്, ആകാശം ആർക്ക് ഉത്തരം കൊടുക്കും? ഭൂമിക്ക് ഉത്തരം കൊടുക്കും. ഭൂമി ആർക്ക് ഉത്തരം കൊടുക്കും? ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം കൊടുക്കും. ഈ ധാന്യവും വീഞ്ഞും എണ്ണയും ആർക്ക് ഉത്തരം കൊടുക്കും? ഇസ്രായേൽ ജനത്തിന് ഉത്തരം കൊടുക്കും. അക്കരങ്ങളെല്ലാം ഉയർത്തി ഈ വചനത്തെ ഇന്ന് പകൽ അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിനകത്തൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. അവൻ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഉത്തരം നൽകുന്ന ദൈവം, ഇസ്രായേലിന് മറുപടി നൽകുന്ന ദൈവം, ഇസ്രായേലിന് ഉത്തരം നൽകുന്ന ദൈവം. ഓ താങ്ക് യു ജീസസ്. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ. ചേർന്ന വരികളൊന്ന് പറഞ്ഞേ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തം എന്നിൽ നീ. തള്ളിപ്പറഞ്ഞപ്പോഴും, കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് വായിക്കേ. തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചേർന്ന് പഠിക്കുക കുഞ്ഞുങ്ങൾ. ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തൻ എന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ചേർന്ന് പറയാം, ചേർന്ന് പറഞ്ഞ. തള്ളി പറയുമ്പോഴും തള്ളിക്കളയാത്തൊരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിനക്ക് മറുപടി തരാതെ എൻ്റെ ദൈവം പോകത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം നോക്കിക്കേ. കുഞ്ഞ് ഇവയൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിയേ. കുഞ്ഞ് ഇവ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിയിരുന്നേ. ഇന്ന് നോക്കിയിട്ട് ഈ പാട്ടറിയാവോ കുഞ്ഞുങ്ങൾക്ക്? എത്ര പേർക്ക് ഈ പാട്ടറിയാം? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പാടാൻ പോവാം. അമ്മമാരും അച്ഛന്മാരും ആരും പാടുന്നില്ല, അപ്പന്മാരും അമ്മമാരും പാടുന്നില്ല, നമ്മളെല്ലാവരും പോട്. നിനക്കറിയാമോ ഈ പാട്ട്? കേട്ടിട്ടുണ്ടോ? അമ്മമാൻ ഇതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് അങ്ങനെ ഉണ്ട്. അതിൻ്റെ ലിറിക്സ് ഉണ്ട്.
ചേർന്ന് കുഞ്ഞുങ്ങളെ ശബ്ദം ഉയർത്തി പാടണം. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു നിന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നിൽ നീ. ഓ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതിൽ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ. ശബ്ദമുയരട്ടെ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായൊരു രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ കിടന്നപ്പോഴോ, ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ഓ ആശിച്ചതല്ലയോ ആരോദനം. ക്രൂശിൽ ക്രൂശിൽ കിടന്നപ്പോഴും കാലിലും വാണിയല്ല വേദന, നാശത്തിലായൊരൻ രക്ഷയ്ക്കാ ആശിച്ചതല്ലയോ ആരോദനം. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഓ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, യേശുവേ അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഓ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽ പുത്രനെ ആദരിക്കുന്നതിനായിട്ട് നന്ദി. പിതാവേ, ഇന്ന് പകൽ പുത്രൻ ഇവിടെ ഉയരട്ടെ, പുത്രൻ്റെ നാമം ഇവിടെ ഉയരട്ടെ. പുത്രൻ്റെ നാമത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്ന് ഈ കൂട്ടത്തിൻ്റെ നടുവിൽ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം നിങ്ങളോട് പ്രസ്താവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ 1-2 ദിവസത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഹാർവെസ്റ്റ് ഉണ്ട്. ഹാർവെസ്റ്റ് എവിടെയാണ് നടക്കുന്നത്? ഭൂമിയിലാണ്. ആമേൻ. ദൈവം എവിടെയൊക്കെ ആരെയൊക്കെ സെറ്റ് ചെയ്തിരുന്നു? ആകാശത്തെ വാഴാൻ, ഭൂമിയെ വാഴാൻ, സമുദ്രത്തെ വാഴാൻ. ദൈവം ഇതിനെയൊക്കെ മാറ്റിയിട്ട് മനുഷ്യനോട് എന്ത് ചെയ്തു? ഇതിനെല്ലാം വാഴാൻ ഏൽപ്പിച്ചു. ഈ ഒരു ഭാഗം നമ്മുടെ അകത്ത് നിർത്തിയിട്ട് വേണം. ഓർമ്മയുണ്ടോ അത്?
ആമേൻ. ഈ ഭാഗം നമ്മുടെ മനസ്സിനകത്ത് നിന്നിട്ട് വേണം നമ്മൾ ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ. ഓക്കെ, നമ്മൾ ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. ഹോശയ്യ 2:21. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 2, എവിടെ ഞാൻ ഉത്തരം നൽകും? ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. പറഞ്ഞേ, ദൈവം ആകാശത്തിന് ഉത്തരം നൽകും. 2, ആകാശം ആർക്ക് ഉത്തരം നൽകും എന്നറിയാമോ? ഭൂമിക്ക് ഉത്തരം നൽകും. 3, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ആ വാക്യങ്ങൾ മറന്നു പോകരുത്. ആകാശം ഭൂമിക്ക് ഉത്തരം കൊടുക്കും, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം കൊടുക്കും. ഇവ, അതായത് ധാന്യവും വീഞ്ഞും എണ്ണയും ആർക്ക് ഉത്തരം നൽകും? ഇസ്രായേലിന് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെയിനായിട്ട് കാര്യങ്ങൾ പറയുക. ദൈവം ഉത്തരം കൊടുക്കുന്നു, ഒടുവിൽ അത് എവിടെ വരുന്നു? ഇസ്രായേലിൻ്റെ കയ്യിൽ വരുന്നു. ആമേൻ. അങ്ങനെയാണ് ബൈബിളിൽ ആ ചെയിനായിട്ടാണ് കാണുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ചോദ്യത്തിനല്ലേ ഉത്തരം വേണ്ടേ? ചോദ്യത്തിനല്ലേ ഉത്തരം വേണ്ടേ? ആമേൻ. ആരാണ് ചോദിച്ചത്? ആകാശമല്ല ചോദിച്ചേ, ഭൂമിയല്ല ചോദിച്ചേ, ധാന്യവും വീഞ്ഞും എണ്ണയല്ല ചോദിച്ചേ. ചോദിച്ചവൻ എവിടെ കിടക്കാന്നറിയോ? ഇസ്രായേലാണ് ചോദിച്ചേ. ഇസ്രായേലിനുള്ള മറുപടി ദൈവം വന്ന വഴിയാണ് നമ്മളിപ്പോൾ വായിച്ചേ. ചേർന്ന് പറഞ്ഞ്, വന്ന വഴിക്കായിട്ട് സ്തോത്രം. ദൈവം ചെയ്യാൻ പോകുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. നമ്മൾ പോലും ചിന്തിക്കാത്ത അത്ഭുതകരമാകുന്ന വഴികൾ. ഞാനൊരു വലിയൊരു കാര്യത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ ഇത് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ചോദിച്ചത് ഇസ്രായേൽ, മറുപടി കൊടുക്കേണ്ടയാള് യഹോവയായ ദൈവം. പക്ഷെ മറുപടി നേരിട്ടല്ല വന്നേ. ചില സമയത്ത് ഇങ്ങനെയാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സമയത്ത് ദൈവം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ കൂടെ ഇല്ല. ഒന്നുകൂടെ പറയാമോ? ദൈവം തൻ്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞേ. ദൈവം തൻ്റെ വിചാരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഒരിക്കലും നമ്മുടെ വിചാരങ്ങളുമായിട്ട് നിൽക്കരുത്. നമ്മുടെ പദ്ധതികളല്ല ഇവിടെ നടക്കപ്പെടേണ്ടത്. നമ്മുടെ പ്ലാനുകളെല്ലാം മാറട്ടെ, ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് സംഭവിക്കട്ടെ. ഒരു 10 വർഷത്തിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന്, ഈ 2 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് കാര്യങ്ങളെ റീസെറ്റ് ചെയ്യും. നമ്മളെല്ലാവരും വാക്യം പറയുന്നൊരു വാക്കാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. എനിക്കന്ന് ആ വാക്യം എടുത്തു തരണം. 4-ഓ 3-ഓ അധ്യായത്തിനകത്ത് ഇങ്ങനെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. കാറ്റ് കാണത്തില്ല, മഴയുടെ മുഴക്കവും കാണത്തില്ല, പക്ഷേ ഈ താഴ്വരകളിൽ എന്ത് ചെയ്യണം? കുഴി വെട്ടുകയും ആ കുഴിക്കകത്ത് നിറച്ച് വെള്ളം തരാമെന്ന് പറഞ്ഞ ദൈവമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. മോളെ, ആ വാക്യം ഏതാണ്? 4-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചേ. ദേശത്ത് മുഴുവനും ക്ഷാമം. ഞാനിങ്ങനെ വാക്ക് പറയാം. ദേശത്ത് മുഴുവൻ വെള്ളമില്ല, ദേശം മുഴുവൻ ക്ഷാമത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ക്ഷാമത്തിൻ്റെ സമയത്ത് ദൈവത്തോട് ജനം പറയുന്നു, ഞങ്ങൾക്ക് എന്ത് തരണം? നിങ്ങളെന്നെ കേട്ടെ. ഞങ്ങൾക്ക് വെള്ളം തരണം. നിങ്ങൾ എന്നെ കേൾക്കുന്നോ? ചോദ്യം ജനത്തിൻ്റെത്, ചോദ്യം ഇസ്രായേലിൻ്റെത്. ഞങ്ങൾക്ക് എന്ത് വേണം? വെള്ളം വേണം. സ്തോത്രം. വെള്ളം വരാനുള്ള മാർഗം, ഓപ്ഷൻ പറഞ്ഞു. വെള്ളം വരാനുള്ള മാർഗം ഏതൊക്കെയാ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്? ആമി അവിടെ പോ, ആ മുറി പോ. ഇനി ആമി എസ്തർ, ഇനി ഈ വഴിക്ക് വരരുത്. അവിടെ പോ. ഓക്കെ. വെള്ളം വരാൻ അന്ന് വരെ കണ്ട കാര്യങ്ങൾ, മഴ പെയ്യുക. മഴയ്ക്ക് മുമ്പ് ദൈവം വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് മഞ്ഞ് പെയ്യിച്ചായിരുന്നു. ഇപ്പം നമുക്ക് ഓപ്ഷനുണ്ട്, വെള്ളം വരാനുള്ള ഓപ്ഷൻസ്. മഴ, കിണർ. ദുബായിലൊക്കെ ആർട്ടിഫിഷ്യൽ മഴ പെയ്യിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ആർട്ടിഫിഷ്യലായിട്ട് എന്തോ ക്ലൗഡിൽ എന്തോ ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ മഴ പെയ്യിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾക്ക് എന്തു വേണം? വെള്ളം വേണം.
ദൈവത്തിൻ്റെ മറുപടി. ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ചില പ്ലാനുകളുണ്ടല്ലേ ബ്രദറെ? നമ്മുടെ മനസ്സിൽ 2-3 പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്, ചിലർക്ക് പ്ലാൻ ഇസഡ് വരെ ഉണ്ട്. 26 പ്ലാനുമായിട്ടാണ് നിൽക്കുന്നത്. പല പ്ലാനുകളുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്തതിന് പോകണം, അടുത്തത് നടന്നില്ലെങ്കിൽ ആമേൻ. ഇപ്പം ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അല്ലെ, അവരുടെ പ്ലാൻ അങ്ങ് അടച്ചു. 3:16 വായിച്ചു. 3:16. അപ്പം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? വെള്ളം സംഭരിക്കാനുള്ള കുഴി, അതിനെന്താ പറഞ്ഞ, സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് നിങ്ങൾ ഉണ്ടാക്കിക്കോ. അപ്പം ഭയങ്കര ധൈര്യമായി അവർക്ക്. വെള്ളം തരും, വെള്ളം കിട്ടും, സ്റ്റോറേജ് ഉണ്ടാക്കിക്കൂ. അങ്ങനെ അവർ സ്റ്റോറേജ് ഉണ്ടാക്കി. സിസ്റ്ററെ, അവരെന്ത് ചെയ്തു? വെള്ളം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള സ്റ്റോറേജ്, വെള്ളം ലീക്കായി പോകാതിരിക്കാനുള്ള സ്റ്റോറേജ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പം ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? മൊത്തത്തിൽ അവരെ അങ്ങ് ലോക്ക് ചെയ്തു. 17-ാമത്തെ വാക്യം, നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? മഴ വരാനുള്ള സകല റീസൺസിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. മഴ എങ്ങനെ പെയ്യും? പറഞ്ഞേ, മഴ എങ്ങനെയാ പെയ്യുന്നേ? 5-ലും 6-ലും പഠിച്ചല്ലേ? കടലിലെ വെള്ളം നീരാവിയായിട്ട് മേലോട്ടങ്ങ് പൊങ്ങിപ്പോയി. ആമേൻ, സ്തോത്രം. അവിടെ ചെന്നിട്ട് ആമേൻ കാറ്റടിപ്പിച്ച് തണുപ്പിച്ച് ഈ സാധനം എന്ത് ചെയ്യും? മഴയായിട്ട് താഴെ വരും. അതെനിക്കറിയാം, എനിക്ക് കുറേ സയൻസ് അറിയാം. ചിലർ പറയത്തില്ല, പാസ്റ്റർ പറയുന്ന പോലെയല്ല, ഞങ്ങൾക്ക് രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾക്കറിയാം, പക്ഷെ കർത്താവിന് അറിയാവുന്നത് കർത്താവിൻ്റെ പദ്ധതികളാണ്. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം, ഇവിടുത്തെ ലോയും ഇവിടുത്തെ നിയമത്തിനുമൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ, നിന്നെ സഹായിക്കാൻ പരിധിയും പരിമിതിയും ഉള്ളപ്പോൾ പരിധിയില്ലാതെ പരിമിതികളില്ലാതെ നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ വായികളെല്ലാം തുറന്ന് ആ ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. പരിധിയില്ലാതെ പരിമിതികളില്ലാതെ, ചേർന്ന് പറഞ്ഞ പരിധികളില്ലാതെ പരിമിതികളില്ലാതെ. നമ്മൾ കൂടുതലും ഈ ഓപ്ഷൻസ് നോക്കുന്നത്, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. പക്ഷേ എനിക്ക് എന്നോട് കർത്താവ് പറയുന്നൊരു വാക്ക്, ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് കർത്താവ് പറയുന്നത്, നീ ഹാർവസ്റ്റിനെ തൊടും. ആരാണ് ഹാർവസ്റ്റിനെ തൊടാൻ വേണ്ടി പോകുന്നത്? ആരാണ് കൊയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ പദ്ധതികൾ അവസാനിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ നീ പോലും അറിയാത്ത അത്ഭുതങ്ങളുടെ വഴികളെ വിശ്വസിക്കാമെങ്കിൽ ആ വായികളെല്ലാം തുറന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ കുഴി വെട്ടിക്കും. സദൻ ചേച്ചി ഉടനെ ഇവർ കുഴി വെട്ടി. അപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ലഡു പൊട്ടി. എന്താ പൊട്ടിയെന്നറിയാമോ? ഇപ്പം വെള്ളം വരും. അടുത്ത വാക്ക് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല വെള്ളം തരാൻ പോകുന്നേ. എന്നെ കാണത്തില്ല, കാറ്റില്ല, അയ്യോ മഴയില്ല, കാറ്റില്ല, ആകെയുള്ള ഓപ്ഷൻ സ്റ്റെഫി മഴയായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ ആടുമാടുകൾക്കും നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കും കുടിക്കാൻ തക്കവണ്ണം ഈ താഴ്വര പറഞ്ഞേ നിറയൂന്ന് പറഞ്ഞേ. തമ്പുരാന്റെ കൊയ്ത്തിനകത്ത് നീ കയറി നിന്നാൽ, ഞാൻ ഈ 2026 സഭയെ നോക്കിക്കൊണ്ട് ആത്മാവിൽ പറയുന്നു, ഇത് കുറഞ്ഞു പോകുന്ന സമയമല്ല, ഇത് നിറവിൻ്റെ സമയമാണ്. ഇത് കുറയാനുള്ള സമയമല്ല, നിറയാനുള്ള സമയമാണ്. നിങ്ങൾ ആ കരങ്ങളൊക്കെ ഉയർത്തി നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ ചേർന്ന് പറയാൻ പറ്റുമോ അതൊക്കെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ കുറയാനുള്ള സമയമല്ല, നിറയാനുള്ള സമയമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇത് നിറയും, ഇത് നിറയും, ഇത് നിറയും. ചേർന്ന് പറഞ്ഞ നിറയും. വാ തുറന്ന് പറയുന്നേ നിറയും. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ മെസ്സേജ് പറയാനുള്ള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആരമേൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിനകത്തുനിന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നവൻ ആ നിറവ് കണ്ടിരിക്കും. നിറവ് കണ്ടിരിക്കും, നിറവ് കണ്ടിരിക്കും. ചേർന്ന് പറഞ്ഞ നിറയും, നിറയും, നിറയും. എങ്ങനെ നിറയും? എങ്ങനെ നിറയും സാജൻ ബ്രദറെ? ചേർന്ന് പറഞ്ഞ എങ്ങനെ നിറയും? പ്ലാൻ എ ക്യാൻസലാക്കും, പ്ലാൻ ബി ക്യാൻസലാക്കും. എൻ്റെ ആകെ ഓപ്ഷൻ കാറ്റടിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും.
മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും. എൻ്റെ ഓപ്ഷൻസ് എല്ലാം അവസാനിച്ചു. പക്ഷെ കർത്താവ് പറയുന്നു നിറയും. നിന്റെ എനിക്കറിയത്തില്ല, ഇന്ന് പകൽ ഈ വചനം എടുത്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, നിന്റെ സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോഴും ദൈവത്തിന് ഒറ്റ വാക്യേ പറയാനുള്ളൂ, നിറയും. ചേർന്ന് പറഞ്ഞു നിറയും. എനിക്കറിയത്തില്ല, ആ വാ തുറന്ന് ആവർത്തിച്ച് പറ, നിറയും, നിറയും, നിറയും. നിന്റെ സാധ്യതകളെല്ലാം അവസാനിക്കട്ടെ. നിനക്ക് അവിടുന്ന് രക്ഷ വരും, നിനക്ക് ഇവിടുന്ന് രക്ഷ വരും. നിന്നെ സഹായിക്കാൻ അവിടുത്തെ അമ്മാച്ചനുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ആൾക്കാരുണ്ട്, നിനക്ക് വേണ്ടി പറയാൻ ഇന്ന ആളുണ്ട്, നിനക്ക് വേണ്ടി ചോദിക്കാൻ പറയാൻ ആൾക്കാരുണ്ട്. എന്നെ ബാങ്ക് ഓഫ് അയർലൻഡ് സഹായിക്കും, എന്നെ ബാർക്ലേസ് ബാങ്ക് സഹായിക്കും, എന്നെ റെവല്യൂട്ട് സഹായിക്കും. നോ, എല്ലാം അടഞ്ഞാലും ദൈവം പറയുന്നു എന്റെ വഴി അഗോചരമാണ്. കൊയ്ത്തിനകത്ത് കയറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ 2026 പറയുന്നു, നീ കാണാത്തതിനെ നീ കൊയ്തെടുക്കും. യോഹന്നാൻ 4:38 കേട്ടില്ലേ? നീ വിതയ്ക്കാത്തതിനെ കൊയ്യുന്ന കാലമാണ്. നീ വിതയ്ക്കാത്തതിനെ കൊയ്തെടുക്കും. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നോ? അക്സെപ്റ്റ് ചെയ്യുന്നോ? പറയാമെങ്കിൽ പറഞ്ഞോ. സിസ്റ്റർ അക്സെപ്റ്റ് ചെയ്യുന്നോ? സാധ്യത എന്നാ ഉള്ളേ? മഴ. സാധ്യത എന്നാ ഉള്ളേ? വെള്ളം. സാധ്യത എന്നാ ഉള്ളേ? കാറ്റ്. കർത്താവ് പറയുന്നു ഞാൻ അതുവഴി ചെയ്യത്തില്ല. ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ പുതിയ വാഹനമൊക്കെ മേടിക്കുമ്പോൾ നമ്മളോട് ഡീലർ പറയുന്നൊരു കാര്യമുണ്ട്. വാഹനം കീ തരുമ്പോൾ ഡീലർ പറയുന്ന കാര്യമുണ്ട്, 1000 കിലോമീറ്റർ സർവീസിനേക്കാളും കൂടുതൽ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ എന്ത് ചെയ്യരുത്, വാഹനം ഓടിക്കാം. 220 240 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാം. പക്ഷെ തുടക്കം ഒരു പുതിയതിന്റെ പ്രശ്നം ഇതാ. എനിക്കറിയത്തില്ല, ഞാൻ ആൽബാമിൽ ഒരു വാക്ക് പറയാൻ പ്രിയരെ, ദൈവം ചിലത് പുതിയതൊന്ന്. താങ്ക് യു ജീസസ്. ചേർന്ന് പറഞ്ഞേ, ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് ഞാൻ കൊയ്യുന്ന കാലഘട്ടമാണിത്. അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ദൈവം നിങ്ങളെ വിട്ടിരിക്കുന്നു. 2026 അധ്വാനിച്ചിട്ടില്ലാത്തത് നിങ്ങൾ കൊയ്യും. 2026 നീ വിതയ്ക്കാത്തത് കൊയ്യും. നിങ്ങൾ ആ വാക്യമായിട്ടൊന്ന് കണക്റ്റ് ആയിക്കേ. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. കാറ്റില്ല, മഴയില്ല, എങ്ങനെ നിറയും? പക്ഷെ കർത്താവ് പറയുന്നു, പറഞ്ഞേ വാക്കൊന്ന് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത്? കർത്താവ് പറയുന്നു ഞാൻ നിറയ്ക്കും, നിറയ്ക്കും. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, കാര്യങ്ങളൊന്നും ഉയർത്തി പറഞ്ഞേ, നിറയ്ക്കും, നിറയ്ക്കും, നിറയ്ക്കും. കൈ കൊടുത്തു പറഞ്ഞേ, കൈ കൊടുത്തു പറഞ്ഞ് നിറയ്ക്കും. ആമേൻ. ബിനോയ് ചായ പറഞ്ഞ് ഒരാളുടെ സാലറി ഉള്ളിലും നിറയ്ക്കുമെന്ന്. സാധ്യതകളൊന്നും നോക്കരുത് സിസ്റ്ററെ. നമ്മളെല്ലാം സാധ്യതയെ നോക്കി നിൽക്കുക, സാധ്യതയെ നോക്കരുത്. ആമേ. സ്റ്റെഫി സോബിയോട് പറഞ്ഞ് നിറയ്ക്കുമെന്ന് പറഞ്ഞ് സാധ്യതയെ നോക്കരുത്. ആമേ. നിറയ്ക്കുമെന്ന് പറഞ്ഞേ, നിറയ്ക്കുമെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞ് നിറയ്ക്കും. നിന്റെ സാധ്യതകളൊന്നും പ്രശ്നമല്ല. ആ സ്വപ്നയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് നിറയ്ക്കുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തെ നിറയ്ക്കും. സാമേ. ബിനോച്ചായ ഞാൻ പറയുന്നു നിറയ്ക്കും, ദൈവം നിറയ്ക്കും. ആമേ. നിറയ്ക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്റെ സാധ്യതകളെയൊക്കെ ദൈവം ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ സാധ്യതകളെല്ലാം ദൈവം ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ സാധ്യതകളെല്ലാം ദൈവം ബ്ലോക്ക് ചെയ്യും. സാധ്യതകളെല്ലാം അവസാനിപ്പിക്കും. കാറ്റില്ല, അതാ ഈ 2 വാക്ക്. കാറ്റില്ല, മഴയില്ല. എന്നാൽ ഈ താഴ്വര എന്ത് ചെയ്യും? എൻ്റെ ഓപ്ഷൻസ് ഒക്കെ അവസാനിക്കുമ്പോഴും നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ നമ്മളിനി കർത്താവിനോട് പറഞ്ഞ, കർത്താവിനോട് ഓപ്ഷൻസ് പറയണ്ട, കർത്താവിന് സാധ്യതയൊന്നും പറയണ്ട. കർത്താവ് ഇന്ന വഴിയിലൂടെ പോയാൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? നമ്മൾക്ക് കർത്താവിന് ബുദ്ധി ഉപദേശിക്കുന്നവരാ. നമ്മൾ കർത്താവിനോട് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരാച്ചാ. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കർത്താവിനോട് എന്ത് ചെയ്യുന്നറിയോ? ഭയങ്കരമായിട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കും. കർത്താവേ ഈ വഴിക്ക് പോയാൽ കുഴപ്പമൊന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് കർത്താവേ അതെല്ലാം അങ്ങ് മാറട്ടെ, അതെല്ലാം അങ്ങ് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് പറയാണ് ഈ താഴ്വരകൾ ഞാൻ എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് നിറയ്ക്കും, വെള്ളം കൊണ്ട് നിറയും. എന്നിട്ട് 18-ാമത്തെ വാക്യം പ്ലീസ്, 18. എന്നിട്ട് പറയാ നിറയ്ക്കുക മാത്രമല്ല, ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് ദൈവം മറ്റു ചിലതും കൂടെ തരും. മോവാബിനെയും അമോനിനെയും നിന്റെ കയ്യിൽ എന്ത് ചെയ്യും? കർത്താവ് എങ്ങനെയാ വെള്ളം നിറച്ചേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കർത്താവ് എങ്ങനെയാ വെള്ളം നിറച്ചേ? നിറച്ചായിരുന്നോ? വെള്ളം നിറച്ചോ?
സിസ്റ്റർ വെള്ളം നിറച്ചോ? നമ്മളും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാറ്റ് കാണില്ല, പക്ഷെ നിറച്ച കാര്യങ്ങൾ വല്ലതും അറിയോ? ദൈവം നിറയ്ക്കുമെന്ന് പറഞ്ഞേ. ദൈവം നിറയ്ക്കും. തമ്പുരാനായിട്ട് ചില സോഴ്സുകളെ തുറക്കും, നിങ്ങൾ പോലും അറിയാത്ത സോഴ്സുകൾ. ഇപ്പോൾ ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ അത് പ്രഖ്യാപിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ദാനിയേൽ ഒരു കാര്യത്തിന് മറുപടിക്ക് വേണ്ടിയിരുന്നു. പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ മറുപടി പോന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നേ. പക്ഷേ ഈ പാഴ്സി പ്രഭു ആ മറുപടി എന്ത് ചെയ്തു? തടഞ്ഞു. എത്ര ദിവസം തടഞ്ഞെന്നറിയാമോ? 21 ദിവസം തടഞ്ഞു. 21ാമത്തെ ദിവസമാണ് ദാനിയേലിൻ്റെ കൈ വന്നേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്തരം 1-ാം ദിവസം പോന്നു. യഹോവ ഉത്തരം നൽകുന്ന ദൈവമാണ്. 1-ാം ദിവസം ഉത്തരം പോന്നു. പക്ഷേ വഴിയിൽ വെച്ച് നമ്മൾ ഈ മെസ്സേജുമായിട്ടൊന്ന് കണക്ട് ചെയ്യും. വഴിയിൽ വെച്ച് എന്ത് ചെയ്യുന്നറിയാമോ? ആകാശം ഇടയ്ക്കൊന്ന് കയറി തടഞ്ഞു. ആമേൻ. ഭൂമി ഇടയ്ക്കൊന്ന് കയറി തടഞ്ഞു. ഇടയ്ക്ക് കാലാവസ്ഥ ഒന്ന് കയറി തടഞ്ഞു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ ഉത്തരം കിട്ടാൻ ലേറ്റായി. ദാനിയേൽ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് 21 ദിവസം ഉപവസിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചല്ല. ദാനിയേൽ എത്ര ദിവസം ഉപവസിച്ചേ? അല്ലേ, ദാനിയേൽ എത്ര ദിവസം ഉപവസിച്ചേ? ബൈബിളിൽ കൗണ്ട് ചെയ്ത 21 ദിവസമാണ് കിടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ദാനിയേൽ 21 ദിവസം ഉപവസിക്കാൻ വേണ്ടി ഇരുന്ന ആളല്ല. 1-ാമത്തെ ദിവസം മറുപടി കിട്ടിയിരുന്നെങ്കിൽ അന്ന് അവൻ അവിടെ എഴുന്നേറ്റാനെ. പക്ഷെ മറുപടി കിട്ടാൻ താമസിക്കുന്ന അനുസരിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ്റെ പ്രാർത്ഥന നീണ്ടുപോയി. ഇനി 21 ഉള്ളത് 28 ആയാലും അവൻ അവിടെ ഇരിക്കും. അത് 45 ആണല്ലോ അവൻ അവിടെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉത്തരം പോന്നിടത്തുനിന്ന് ഇടയ്ക്ക് വെച്ച് പാഴ്സി പ്രഭു കയറി നിന്ന് അവൻ്റെ ഉത്തരത്തെ തടഞ്ഞെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ സഭ ഒന്നിച്ച് ആകാശമണ്ഡലത്തിൻ്റെ മേൽ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച ഇവിടെ എന്താ ചെയ്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. വാർഫയർ എന്ന് പറഞ്ഞ് എന്താണെന്നറിയാമോ? നമ്മൾ ഇവിടെ ഇരുന്ന് യുദ്ധം ചെയ്യും. ആകാശം നിനക്ക് മറുപടി തരും. ഇന്ന് എത്ര പേര് പറയും ആകാശം എനിക്ക് മറുപടി തരുമെന്ന്? എത്ര പേര് പറയും? എന്നാൽ ആകാശത്തിന് ചില ശക്തികളില്ലേ? അവയെ ജയിച്ചവരത്തിനകത്ത് എത്ര പേരുണ്ട്? ആകാശത്തിന്റെ ശക്തിയെ ജയിച്ചവര്, കാർത്തികയുടെ ചങ്ങലയെ ബന്ധിച്ചവര്, ആമൻ അല്ലലിയ മകയിരത്തിന്റെ ശക്തിയെ ആമൻ കെടുത്തി കളഞ്ഞവര്, ആമൻ ആകാശത്തിന്റെ ശക്തിയെ തകർത്ത് മിന്നൽ പോലെ വീണതിനെ തകർത്ത് ഇന്ന് പകൽ മുന്നേറാൻ തയ്യാറായി നിൽക്കുന്ന സഭയ്ക്കായി സ്തോത്രം. ആമേൻ. ഞാൻ ഇവിടെ പറയുന്ന പ്രസംഗം ഇപ്പൊ എനിക്ക് അവിടെ ഇരുന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചെടുത്ത് പ്രസംഗിച്ച സാധനമല്ല. ഞാൻ ഇതിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സാധനമാ. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവിൽ ഈ വാക്ക് ഞാൻ പറയുന്നു. 2026 നിന്റെ കൊയ്ത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന സകല ആകാശ മണ്ഡലങ്ങളെയും സകല ഭൂമിയുടെ അധീനതകളെയും ഇന്ന് പകൽ നസ്രയുടെ നാമത്തിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു. ഉത്തരം വരുന്നതിന് തടസ്സമായി നിൽക്കുന്നതിന് ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ചേർന്ന് പറ. ചിലതിന് മറുപടി ദൈവം അയക്കാൻ പോകുന്നു. നിന്റെ മറുപടിയുടെ സീസണാണിത്. നിന്റെ ഉത്തര തടയുന്ന പാഴ്സി പ്രഭുവിനോട് പറയുന്നു, മാറി നിൽക്കുക. അയർലൻഡിന്റെ മേലയിൽ നിന്നും മാറി നിൽക്കുക. ഈ ദേശത്തിനകത്തൊരു ദൈവപ്രവൃത്തി. ആമേൻ. ചേർന്ന് പറയുക, നിറയും. നിന്റെ ഓപ്ഷനിലല്ല നടക്കാൻ പോകുന്നേ, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നടക്കും. രഞ്ജു ബ്രദറെ, നമ്മളിവിടെ കണക്ക് കൂട്ടുക. ഞാൻ പറയുന്നത് നിങ്ങൾ വേദശാസ്ത്രപരമായിട്ടൊന്നും എടുത്ത് ചിന്തിക്കരുത്. 5 അപ്പവും 2 മീനും കൊടുത്തൊരു കൊച്ചിനെ വിട്ടു. 5 അപ്പവും 2 മീനും. ഇവൻ മാത്തമാറ്റിക്സിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. അവൻ അവിടം തൊട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. 5 അപ്പം ആകെയുണ്ട്, 3 ദിവസത്തെ ക്രൂസൈഡാണ്. അതിനെ കണക്ക് കൂട്ടിക്കി. രാവിലെ ഒരെണ്ണം തിന്നു, വൈകിട്ട് ഒരെണ്ണം തിന്നു, വൈകുന്നേരം ഒരെണ്ണം കൂടെ കഴിച്ചാൽ 3 നേരമാവും. നാളത്തേക്കിന് 2 അപ്പേ ഉള്ളൂ, മീനില്ല, മറ്റന്നാൾ പട്ടിണിയാവും. പിന്നെ പറയുകയാണ് രാവിലെ ഒരെണ്ണം കഴിച്ച് ഉച്ചയ്ക്ക് കഴിക്കേണ്ട, വൈകിട്ട്. ഇവൻ കണക്ക് കൂട്ടി. ഞാനൊരു ദൂത് പറയുന്നു, ഇവൻ്റെ കണക്ക് കൂട്ടലേ നടന്നുള്ളൂ, ഇവൻ കഴിച്ചിട്ടില്ല. പലരും ഇങ്ങനെയാ, നിങ്ങളുടെ ലൈഫ് മുഴുവൻ കണക്ക് കൂട്ടി.
ഇതൊന്നും ഞാൻ പറയാൻ വെച്ച കാര്യമല്ല. പക്ഷെ കർത്താവ് പറയുന്നു, കണക്കുകൂട്ടലുകൾ അവസാനിപ്പിക്കുക. കണക്ക് ഇവനോ ഈ ജോസുവിൻ്റെ 5 അപ്പവും 2 മീനും ഇരിക്കും. ഇവന് ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടുക. മമ്മി പറഞ്ഞത് മീറ്റിംഗ് കഴിയാതെ ചെല്ലരുത്. ആമേ സ്തോത്രം. ഈ 6 നേരമെങ്കിലും കുറഞ്ഞത് ആഹാരം കഴിക്കണം. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 6 നേരം എങ്ങനെ പോകും? ഇന്ന് രാവിലെ ഇത്രയും കഴിച്ചാൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ നാളെ രാവിലെ കഴിച്ചാൽ ഇതൊരിക്കലും തികയത്തില്ല. ഇത് കണക്ക് കൂട്ടി ഇരിക്കുന്ന സഭയോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ കണക്ക് കൂട്ടലുകളെ നിർത്തുക. ദൈവത്തിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുക. അവൻ വിളിച്ചു പറയുന്നു, ഇത് നിറയുന്ന കാലഘട്ടം, ഇത് നിറയുന്ന സമയം. സകല കണക്ക് കൂട്ടലുകളും പൊളിയട്ടെ. ആ കൊച്ചു ബാലൻ 3 ദിവസം കണക്ക് കൂട്ടിയിരുന്നു. അവനോട് ചോദിച്ചേ, നീ എന്താ കണക്ക് കൂട്ടിയേ? എന്റെ ഈ കൊച്ചു വയറിന് നിറയ്ക്കാനുള്ള ആഹാരം എന്റെ കയ്യിലില്ല. എന്റെ കൂടെയല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞാനേ. ആമേൻ. ആ കുഞ്ഞിനോട് ചോദിച്ചേ, ഞാൻ പറഞ്ഞല്ലോ, ജോസുവിനോട് ചോദിച്ചേ, ജോസു നീ എന്താ കണക്ക് കൂട്ടിയേ? ജോസു പറയും, 3 ദിവസം നിറയാനുള്ള ആഹാരം എന്റെ കയ്യിലില്ല, എനിക്ക് നിറയാൻ. ആ ഒരു കുഞ്ഞു വയറിന് നിറയാനില്ലാത്ത ആഹാരം കണക്ക് കൂട്ടാതെ തമ്പുരാന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ ബൈബിള് പഠിപ്പിക്കുന്നു, നിറഞ്ഞോ, വർധനവായോ, കൂടിയിരുന്നവർക്ക് എല്ലാവർക്കും അല്ല മിച്ചം 12 കൊട്ട എടുക്കത്ത നിലയിൽ സഭ ചേർന്ന് പറഞ്ഞേ, നിറയും. നിന്റെ കണക്ക് കൂട്ടലുകൾ അവസാനിപ്പിച്ച് നിന്റെ പദ്ധതികളെ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ അവൻ പദ്ധതികളെ നിവർത്തിക്കുന്നവനാണ്. അവൻ പദ്ധതി ആവിഷ്കരിക്കുന്നവനല്ല. അവൻ പദ്ധതി ആവിഷ്കരിക്കുക മാത്രമല്ല, അവൻ പദ്ധതിയുടെ പൂർത്തീകരണം. സെരുബാബേലിനോട് പറഞ്ഞില്ലേ, നിന്റെ കൈയാണ് ഇതിന് അടിസ്ഥാനം ഇട്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ ഒരു വീട് പണിയുടെ ആദ്യത്തെ കല്ല് നീയാ ഇട്ടെങ്കിൽ, അടുത്ത വാക്ക് എന്നെ ബിനോച്ചായ, ആ വീട് പണിയുടെ അവസാനത്തെ കല്ല്, ആണിക്കല്ല്, അടിസ്ഥാനക്കല്ലും ആണിക്കല്ലും അതിനിടയ്ക്ക് ഒരാൾ കേറത്തില്ല. നിന്റെ വാഗ്ദത്തത്തിനകത്തേക്ക് വേറൊരാൾ കേറത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറ, നീയാണ് അടിസ്ഥാനമിട്ടെങ്കിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ചിലതെല്ലാം തീരുകാൻ പോകുന്നു. കൊയ്ത്തെന്ന് പറഞ്ഞാൽ, ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ഉത്തരങ്ങളുടെ സീസണായി മാറും. കാറ്റില്ല, മഴയില്ല. ചോദിച്ചത് വെള്ളം, കാറ്റില്ല. പക്ഷെ കർത്താവ് പറഞ്ഞോ, കാറ്റുമില്ല, മഴയില്ല, നീ പട്ടണിക്കിരുന്നോളം പറഞ്ഞോ. നിങ്ങൾ കുഴിച്ച കുഴിയുണ്ടല്ലോ, അത് നിറയും. വിശ്വസിക്കാമെങ്കിൽ പറ, കുഴിച്ച കുഴിയെല്ലാം നിറയും. അത് 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിറയുന്ന വയറിന് വേണ്ടി മാത്രമല്ല ദൈവം വെള്ളം തരുന്നേ, നിനക്ക് തരും. അടുത്തൊരു സീസൺ പറഞ്ഞു, നിന്റെ ആടുമാടുകൾക്ക് നൽകും. നിന്റെ വാഹന മൃഗം, ഒട്ടകത്തിന് വരെ. ഒട്ടകം വെള്ളം കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? 1 ഗ്ലാസ് വെള്ളം കൊണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളം കൊണ്ട് ഒട്ടകത്തിന് വെള്ളം നിറയുമോ? എന്ന് പറഞ്ഞാൽ നിനക്കും നിന്റെ കൂടെയുള്ളവർക്ക് മൊത്തം നിറയും. പക്ഷേ നീ പ്രതീക്ഷിക്കുന്ന സ്ഥാനത്തു നല്ല കാര്യം നടക്കാൻ പോണേ. 19-ാമത്തെ വാക്യം, ഭോജനയാഗത്തിൻ്റെ 21-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടെ. 19 തൊട്ട് വായിച്ചേ, 19 ഒന്ന് വായിച്ചേ. അത് വായിച്ചു നോക്കി, ഒരാളൊന്ന് വായിച്ചേ. ഈ സ്ക്രീനിൽ വായിച്ചിരിക്കുന്ന വായിച്ചു തന്ന ഒരാളോ ശബ്ദം വരുത്തി വായിച്ചേ. കർത്താവ് പറയാ, ഉറവ പോലും നിങ്ങൾ എന്ത് ചെയ്യുന്നവരെ കളയും എന്ന് പറഞ്ഞ ഒരു സാധ്യതയില്ല. ഉള്ള ഉറവ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഉള്ളതുപോലും അടച്ചെന്നൊക്കെ പറയത്തില്ലേ. കർത്താവ് അങ്ങനെ ചിലതെല്ലാം ഇങ്ങനെ കളയുക. എന്നിട്ട് പറയുന്നു, ഇത് ഞാൻ പ്രസംഗിച്ച വാക്കാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഭാഗം? ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ ഞാൻ ആ വഴിയിൽ പോകത്തില്ല. ഓർമ്മയുണ്ടോ? പിറ്റേന്നാൾ ഭോജനയാഗത്തിന്റെ സമയത്ത് പറഞ്ഞ ഏതോ വഴിയായി
കണ്ടത് മാത്രമല്ല, ദേശം എന്ത് ചെയ്തു? നിറഞ്ഞെന്ന് പറഞ്ഞ നിറഞ്ഞു. വെള്ളം തരാമെന്ന് പറഞ്ഞവൻ വെള്ളം കൊണ്ടുവന്നപ്പോൾ നിറഞ്ഞോ? 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 ഏതു വഴിയാ വെള്ളം വന്നേ? ഏതു വഴിയാ വെള്ളം വന്നേ? മഴയിലൂടെ, മഞ്ഞു പെയ്ത്, കിണർ കുത്തി, ബോർവെല്ലടിച്ച്, കുഴൽക്കിണർ കുത്തി, ടാങ്കർ ലോറിയെ വെള്ളം ഇറക്കി. നോ, അങ്ങനെയൊന്നും വന്നാൽ നിറയത്തില്ല. ഉള്ള ഉറവയും കൂടെ അടച്ചിട്ട് നിൽക്കുക. പക്ഷെ ഇവർ കണ്ട കാഴ്ച പ്രഭാതത്തിൽ ഏതോ വഴി. എനിക്കറിയത്തില്ല, ഞാൻ ഈ ഭാഗം പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഓക്കെ. ഞാനൊരു വാക്ക് പറയുന്നു. ദൈവം 2026 ആ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പറയാം. വാശിയോടെ ദൈവം ചിലത് ചെയ്യും. പറയാമെങ്കിൽ വാ തുറന്ന് പറ, വാശിയോടെ. വാവ്, വാശിയോടെ ദൈവം ചിലത് ചെയ്യും. നാട്ടുകാർക്ക് വാവ് എന്ന് പറയത്തക്ക നിലയിൽ വാശിയോടെ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആശ്ചര്യത്തോടെ, നിന്റെ സമപ്രായക്കാർക്ക്, നിന്റെ കൂടെ ഈ രാജ്യത്ത് വന്നവർക്ക്, നിന്നെ അറിയാവുന്നവർക്ക്, നിന്നെ നല്ലവണ്ണം അറിയാവുന്നവര് പറയുന്നത് ആശ്ചര്യത്തോടെ. ദൈവം എനിക്ക് വേണ്ടി ഈ 2026 വാശിയോടെ ചില കൊയ്ത്ത്, പറമോളെ, വാശിയോടെ ദൈവം ചെയ്യും. വാശിയോടെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. വാശിയോടെ. അലനെ നീ വാ തുറന്ന് പറ, ഈ 2026 എന്നെ സംബന്ധിച്ചിടത്തോളം നിറവിന്റെ സമയമാണ്. വാശിയോടെ. സഭ ചേർന്നാമേ പറഞ്ഞേ, വാശിയോടെ, വാശിയോടെ, വാശിയോടെ. നീ പ്രഖ്യാപിക്കുക, റൂട്ട് ദൈവം തീരുമാനിക്കുമെന്ന് പറഞ്ഞേ. ഒന്ന് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞേ, റൂട്ട് പ്ലാൻ എയും പ്ലാൻ ബി ഒന്നും വേണ്ട. ദൈവം കാര്യം ചെയ്യും. ദൈവം റൂട്ട് തീരുമാനിക്കും. ദൈവം റൂട്ട് തീരുമാനിക്കും. ഒന്ന് പറയുന്നേ, ആരോടെങ്കിലും ഒക്കെ പറ. ആമേൻ, ആമേൻ. ആ രഞ്ജു ബ്രദറിന്റെ പുറത്തുണ്ട് അടിച്ചിട്ട് പറ, റൂട്ട് തീരുമാനിക്കുമെന്ന് പറ. റൂട്ട് തീരുമാനിക്കുക. യേശുവിൻ്റെ നാമത്തിൽ റൂട്ട് ദൈവം തീരുമാനിക്കുക. അവർ പറഞ്ഞു കാറ്റുണ്ടെങ്കിൽ കുഴപ്പമാണ്, കാറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മഴയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളിത് ഒത്തിരി കണ്ടത്. ഞാൻ പറയുന്നു, കണ്ടത് തന്നെ വീണ്ടും വീണ്ടും നടന്നാൽ ആൾക്കാർക്ക്, ആമേൻ, ഈ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും വന്നാൽ ആൾക്കാർക്ക് ഒരു പുതുമയില്ലാതാകും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആർക്ക് പുതുമയുണ്ടാകുന്ന നിലയിൽ ആരും കാണാത്തത്. ഓ സഭ ഇന്ന് പകൽ അതിനെ സ്വീകരിക്കുക. ആരും കാണാത്തത് അയർലൻഡിൽ ദൈവം ചെയ്യും. ആരും കാണാത്തത്. കണ്ടത് തന്നെ സംഭവിച്ചാൽ ഒരു രസമില്ലല്ലേ? നീ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കണ്ടാൽ അതിനകത്ത് ഒരു വലിയ പുതുമയുണ്ടോ? പക്ഷെ കാണാത്തത് കാണുമ്പോൾ ആൾക്കാർക്ക് പുതുമ. പാസ്റ്റർമാര് തന്നെ ഇവിടെ സ്നാനപ്പെടുത്തുന്നത് അയർലൻഡിലെ പദ്ധതിയാണ്. അയർലൻഡിൽ അങ്ങനെ മാത്രമേ പാസ്റ്റർമാർ മാത്രം സ്നാനപ്പെടുത്തിയേ കണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സഭ ഇതിനകത്തൊരു പുതുമ വെളിപ്പെടുത്താൻ പോകുന്നു. ചേർന്നാമേൻ പറഞ്ഞ നമ്മൾ ഒന്നിച്ചു നിന്ന് സ്നാനപ്പെടുത്തുന്നത് ദേശം കാണാൻ പോകുന്നു. കണ്ടത് കണ്ടാൽ ആൾക്കാർക്ക് ഒന്നും കാണാനില്ല. പക്ഷെ ദൈവം പുതുമയുടെ ദൈവമാണ്. പറഞ്ഞ ദൈവം പുതുമയുടെ ദൈവം. സ്വപ്ന, നീ എന്നെ നോക്കി പറ, അച്ഛാ ദൈവം പുതുമയുടെ ദൈവമാണ്. ഞാൻ നിന്നെ നോക്കി പ്രഖ്യാപിക്കുന്നു, ദൈവം പുതുമയുടെ ദൈവമാണ്. കണ്ടത് തന്നെയല്ല കാണാൻ പോകുന്നത്, കേട്ടതല്ല കാണാൻ പോകുന്നത്, ആരും കാണാത്തത്, ഇതുവരെയും കാണാത്ത വഴി. പുതുമയുടെ ദൈവം പുതിയത് ചെയ്യും. പറഞ്ഞേ, പുതിയത്. സ്ഥിരമായിട്ടൊരു സാധനം വന്നുകൊണ്ടിരുന്നാലോ? കർത്താവ് ഒന്ന് പുതുമ കർത്താവ് ചെയ്യും എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിനകത്ത് ദൈവം ഇന്നും ചെയ്യാൻ പോകുന്നതെല്ലാം പുതുമയായിരിക്കും. പുതുമ കാണുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്നേ? വാ, ഷെഫി എത്രയോ നാളും നടന്നും കിടന്നും ഇരുന്നു വണ്ടിയെ കയറിയും ആൾക്കാർക്ക് കൈ കാണിച്ചു എല്ലാം വന്നു. ഇന്ന് അവൾ തന്നെ ഹസ്ബൻഡ് പറയാ, വ്യാഴാഴ്ച വണ്ടി എടുത്തു, ഇന്ന് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ വന്നേ. ഞാൻ പറയുന്നു, ഇതൊരു പുതുമയാ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പുതുമയിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പുതുമയിൽ ദൈവം ചെയ്യാൻ പുതിയത്. എല്ലാവരും പോയ വഴിയല്ല, എല്ലാവരും ചെന്ന വഴിയല്ല, ആരും കാണാത്തത് ഇന്ന് പകൽ ഇതിനെയൊക്കെ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കർത്താവിനെ നീ ചുരുക്കി കാണരുത്, കർത്താവിനെ നീ ഒതുക്കി കാണരുത്, കർത്താവിനെ നീ വലിയവനായിട്ട് നിർത്തുക. പുതുമ
ഏതോ വഴി വെള്ളം വന്നു, കുഴിയെല്ലാം വെള്ളം കൊണ്ട് ഒന്നുകൂടെ പറഞ്ഞേ, നിറഞ്ഞെന്ന് പറഞ്ഞേ. എടാ, കർത്താവ് നിറയ്ക്കൂന്ന് പറയുക മാത്രമല്ല, നിറച്ച് കാണിക്കും ദൈവം. എനിക്കിത് നിങ്ങളുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഇതൊക്കെ അങ്ങ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ ആമേൻ ആത്മാവിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം നിറയ്ക്കുമെന്ന് വാക്ക് പറയുന്നവൻ തന്നെയല്ല, നിറച്ച് കാണിക്കും. ചർച്ചിൻ്റെ അക്കൗണ്ടിനെ നീ നോക്കിക്കൊണ്ട്, ആരാ ചർച്ചിൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ടീമിനോട് ഞാൻ പറയുന്നു, നിറയ്ക്കുമെന്ന് പറയുക തന്നെയല്ല, അതിനെയൊക്കെ നിറച്ച് കാണിക്കും, നിറച്ച് കാണിക്കും. നിങ്ങളുടെ ഫോൺ വാലറ്റൊക്കെ എടുത്തിട്ട് പറ, ഇതൊക്കെ നിറയുമെന്ന് പറഞ്ഞേ. ഇതൊക്കെ നിറയും. യേശുവിൻ്റെ നാമത്തെ. നിറയാമെന്നല്ല പറഞ്ഞത്, നിറച്ച് കാണിച്ചവൻ, നിറച്ചവൻ കാണിച്ചത്, നിറച്ച് കാണിച്ചു. പറയാവോ? കർത്താവ് ചെയ്യും, കർത്താവ് ചെയ്യും. ആമേൻ. ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ്. വെള്ളം എവിടുന്ന് കൊടുത്തു? ഞാൻ അതിൻ്റെ റീസണിലേക്ക് ഞാൻ പോണോ? എങ്ങനെ വെള്ളം വന്നെന്നറിയോ? ഇനി നിങ്ങളിത് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം. ദൈവം റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം, സംഖ്യാപുസ്തകം 21-ാം അധ്യായം. അല്ലല്ല, അതിന്റെ സെക്കൻഡ് പാരഗ്രാഫായിട്ട് ബുക്കാറയിലുള്ള 11-ാമത്തെ വാക്യമാണോ? ഞാൻ എടുക്കാം. സംഖ്യ 21. Thank you, Jesus. Thank you, Lord. Thank you, Jesus. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ. എന്നേരെ വന്നതാ വാക്കിനമ്പിനാ. സ്വപ്നങ്ങളെല്ലാം നിവർത്തീകരിക്കട്ടെ. എന്നെ താങ്ങിയ ഭുജബലമേ. ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. സ്വപ്നം കാണുന്ന ഇനിയുള്ള ആണ്ടിലും എന്നെ നടത്തിടും ഭുജബലത്താ. സ്വപ്നം കാണുന്ന ഒരു കാര്യങ്ങളൊന്ന് ഉയർത്തിക്കേ. ഉറക്കത്തിൽ കാണുന്നതല്ല, കണ്ണ് തുറന്ന് ചുമ്മാതിരിക്കുമ്പോൾ ചിലതൊക്കെ കാണത്തില്ലേ? അങ്ങനെ കാണുന്നവർ എത്ര പേരുണ്ട്? ചുമ്മാതിരിക്കുക എന്ന് വെച്ചാൽ ദൈവം തരുന്ന വിഷനൊന്നുമല്ല, നിന്റെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കാണുന്നത്. രണ്ട് കൂട്ടിക്കഴിക്കരുത്. ചുമ്മാതിരിക്കുമ്പം, ജോലി ചെയ്യുമ്പോൾ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളില്ലേ? നിങ്ങളിത് റിവീൽ ചെയ്യേണ്ട, കാണുന്നുണ്ടല്ലോ, അതൊക്കെ നടക്കുന്നത് നിങ്ങളൊന്ന് അതങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒന്നൊന്ന് വന്ന് സ്വപ്നം കാണുന്നത് അത് സംഭവിക്കും. ആമേ. 3 വർഷം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹോദരനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ പറയാനുള്ള സാധനം. 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ സാക്ഷ്യം പറയും. യേശുവിൻ്റെ നാമത്തിൽ സ്വപ്നം കാണുന്നതൊക്കെ നടക്കട്ടെ. സംഖ്യാപുസ്തകം 20-ാമത്തെ അധ്യായത്തിലെ 14 മുതലുള്ള വാക്യം വായിക്കുമ്പം, അനന്തരം ഇസ്രായേൽ മക്കൾ, നിങ്ങൾ കേട്ടെ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. സ്റ്റെഫിക്ക് കാര്യം അറിയോ? ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പോകുന്നു.
പോകുന്ന വഴി ഓരോ രാജ്യത്തിനകത്തൂടെ കയറി ഇറങ്ങിയാണ് ഓരോ രാജ്യത്തിനകത്തൂടെ കയറി ഇറങ്ങി അവർ പോകുന്നേ. ഇപ്പോൾ അവർ കാദേശിൽ നിൽക്കുക. അടുത്ത അവർക്ക് കയറി പോകേണ്ട സ്ഥലം ഏദോമിലൂടെയാണ് പോകണ്ടേ. പോകുന്നതിന് മുമ്പ് നമ്മളെപ്പോലെയല്ല, ചെന്നിട്ട് അനുവാദം ചോദിക്കും. ഏദോമിൽ ചെന്നിട്ട് അവിടുത്തെ രാജാവിനോട് അനുവാദം ചോദിക്കുന്നു, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഈ രാജ്യത്തൂടെ പൊക്കോട്ടെ. രാജാവ് പറഞ്ഞു പോകണ്ട. അടുത്ത വാക്ക് പറഞ്ഞു, അവൻ നിങ്ങൾ ആ ഭാഗം വായിക്കണം, ഞങ്ങൾ അതിൻ്റെ ദേശത്തൂടെ കടന്നു പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? അനുവദിക്കണം. ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യത്തില്ല, വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറത്തില്ല, കിണറ്റിലെ വെള്ളം നമ്മളങ്ങനെയാ. ഈ പണ്ട് നമ്മുടെ നാട്ടിലെ കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്ന എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. ബൈബിൾ മറന്നു പോയാലും അവിടുത്തെ ഓർക്കിഡ് ചെടിയൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ. അവിടെയുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് ചിലപ്പം പിള്ളേരെ മറന്നു പോകും, ബൈബിളൊക്കെ മറന്നു വെച്ചിട്ട് അവിടെ വെച്ചിട്ടും പിന്നെ ആയാലും എടുക്കാമല്ലോ ഈ സാധനം. അമ്മാമ്മയെ കറക്കി എടുത്തിട്ട് 2 ചെടിയുടെ കമ്പുമൊക്കെ ഒടിച്ച് 2 നല്ല റോസയൊക്കെ ഒടിച്ചിട്ടുണ്ട്. ഇവർ പറയുകയാണ്, അങ്ങനെ ഒടിക്കാനൊന്നും ഞങ്ങൾ കയറത്തില്ല, വയലിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, കയറത്തില്ല. അതിൻ്റെ വാക്ക് മുന്തിരിത്തോട്ടത്തിലോ ഈ പോകുന്ന വഴിയുടെ അപ്പുറം ഇപ്പുറം ഇതൊക്കെയുണ്ട്. ഈ തോട്ടത്തിനകത്തൂടെ പോയാലുള്ള പ്രശ്നം ഇത്. അതിനകത്തൂടെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഞങ്ങൾ രാജപാതയിലൂടെ, രാജപാതയ്ക്ക് നല്ലൊരു വീട് പറഞ്ഞേ, NH എന്നോ ഹൈവേ എന്നോ മോട്ടോർ വേ എന്നൊക്കെ പറ, മോട്ടോർ വേയിലൂടെ തന്നെ എന്ത് ചെയ്തോളാം, പൊക്കോളാം. അടുത്ത വാക്ക് നിൻ്റെ അതിര് കഴിയുന്നത് വരെ. എന്നാ ഡീസൻ്റ് ആൾക്കാരെന്ന് നോക്കി, ഇടത്ത് നല്ല വയലുണ്ട്, കൈ തോന്നും മുന്തിരി പറിക്കാനും ഓർക്കിഡ് എടുക്കാനും റോസ നുള്ളാനും ഒക്കെ ഇങ്ങനെ തോന്നും. ഇതൊന്നും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, തൊടാതെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, മാർച്ച് പാസ്റ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ പൊക്കോളാം, പട്ടാളക്കാരൻ പോകുന്ന പോലെ ഞങ്ങൾ പൊക്കോളാം. എന്നിട്ട് ഉടനെ 18ാമത്തെ വാക്യം പറയാ, എൻ്റെ നാട്ടിനകത്ത് കയറി ഞാൻ എന്ത് ചെയ്യും, വാളുമായിട്ട് വരും, വാളുമായിട്ട് നിൻ്റെ പേരെ വരും. വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ രാജപാതയിലല്ല, അതിനും പുറത്തുള്ള പെരുവഴിയിലൂടെ, മരുഭൂമിയിൽ വഴിയുണ്ടല്ലോ അതിനകത്തൂടെ ഞങ്ങൾ പൊക്കോളാം. ഇനി അവിടെ ഒന്നും കാണത്തില്ല. ഇനിയും പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വല്ലവരും ചില ദാഹം വന്നാൽ, ഞങ്ങളെങ്ങാനും വെള്ളം കുടിച്ചു പോയാൽ, കുടിക്കത്തില്ല, കുടിച്ചു പോയാൽ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ, കന്നുകാലികളോ നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിനെന്ത് ചെയ്യാം. ഇവിടെ നമ്മൾ പറയാം, ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് വെള്ളം വരെ ഞങ്ങൾ കാശിന് മേടിച്ച്, ആദ്യമേ കാശിന് വെള്ളം ചോദിച്ചൊരു ഇസ്രായേൽ മക്കളാണ്, ഞങ്ങൾ കുടിച്ചു പോയ വെള്ളം തരാം. ഞാൻ പറയുന്നു, മുന്തിരിയേക്കാൾ, വയലിലെ ആഹാരത്തേക്കാൾ, ആപ്പിളിനേക്കാൾ ഏറ്റവും ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകം വെള്ളമാണ്. അതുപോലും നിഷേധിച്ച ഒരു രാജ്യമാണ്, മനസ്സിലാവുന്നോ? ഏതോ പറഞ്ഞേ, അതുപോലും നിഷേധിച്ചു. നിനക്ക് അർഹതപ്പെട്ടത്, ഞാനൊരു ദൂത് പറയുന്നു, നിനക്ക് അർഹതപ്പെട്ടതും നിഷേധിച്ച രാജ്യമാണോ ഇത്? അത് നിനക്ക് ഏറ്റവും ആവശ്യമായിരുന്നു, അർഹതപ്പെട്ടതുപോലും നിഷേധിച്ചെടുത്ത് ദൈവം നിനക്ക് അടുത്ത സോഴ്സ് തുറന്നു തന്നു, ദൈവം വെള്ളം കൊടുത്തു, ദൈവം അവരെ കൊണ്ടുപോയി, ഏതോ ചുറ്റിയവര് പോയി. പക്ഷെ തമ്പുരാൻ മറക്കുന്ന ദൈവമല്ല, ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ്. ചേർന്നൊന്നും കൂടെ പറഞ്ഞ, ദൈവം മറക്കുന്ന ദൈവമല്ല, ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ്. 2026 നീ ആ കൊയ്ത്ത് കാണും. ഇപ്പോൾ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ മുമ്പിൽ കൈ നീട്ടി നീ ചോദിച്ചിട്ടും നിനക്ക് നോ എന്ന് പറഞ്ഞു വരണം നടുവിൽ. അങ്ങനെയൊക്കെ ഉണ്ടോ ആരെങ്കിലും അനുഭവിക്കുന്നവര്? നിന്റെ ഞാൻ പറയട്ടെ, വെള്ളമെന്ന് പറയുന്നത് ആവശ്യമല്ല, അത്യാവശ്യമല്ലേ, നീളമല്ലേ. മുന്തിരിയും ആപ്പിളും ഓർക്കിഡും റോസും ഒക്കെ വേണ്ട, വെള്ളം അതും വെറുതെ അല്ല. വില തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊന്നുകളയും കയറിയ. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞു, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേറെ വഴി തുറന്നു കൊടുത്തു.
പക്ഷെ തമ്പുരാൻ അത് എഴുതി വെച്ചു. ഒരു കണക്ക് എനിക്ക് തീർക്കണം. 2026 ചേർന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഇത് പ്രസംഗമല്ല, 2026 ചേർന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ, കണക്ക് തീർക്കുന്ന വർഷമാ, കണക്ക് തീർക്കുന്ന വർഷമാ. നീ കണക്ക് തീർത്ത ദൈവം നിനക്ക് തരുന്ന വർഷമാ. സിസ്റ്റർ, നിങ്ങൾ എഴുതി വെക്ക്, 2021 18 17 നീ കരഞ്ഞത് വിതച്ചതെല്ലാം കണക്ക് തീർത്ത്, ആമേൻ, പലിശ സഹിതം. ഇവിടുത്തെ ഗവൺമെൻറ് എനിക്കറിയത്തില്ല, നാട്ടിലേക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. 2018 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതിന് ഇപ്പോൾ ഗവൺമെൻറ് ഈ ഇൻഷുറൻസുകാരുമായിട്ട് വാദിച്ചിട്ട് 50,000 രൂപ അവന് ഇതെന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, അവന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെൻറ് വിധിക്കുന്നൊരു വിധിയുണ്ട്, 50,000 കൊടുത്താൽ പോരാ. 2018 മുതൽ 26 50,000 തരുന്നെങ്കിൽ അതുവരെയുള്ള അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ അങ്ങനെ ഈ ലോകത്തിൻ്റെ കോടതി വിധിക്കുമെങ്കിൽ, ഇന്ന് പകൽ ഇത് നിങ്ങളുടെ മേൽ ഞാൻ ആത്മാവിൽ ഇട്ട് തരുന്നു. നീ പ്രാർത്ഥിച്ചതിനും നിലവിളിച്ചതിനുമൊക്കെ പ്രതിഫലം അതായിട്ടല്ല, ഇൻട്രസ്റ്റ് സഹിതം, ഇൻട്രസ്റ്റ് സഹിതം, ഇൻട്രസ്റ്റ് സഹിതം. ചേർന്നൊന്ന് ആരൊക്കെ അരുവി ഉയർത്തി പറഞ്ഞേ, കർത്താവ് ഉത്തരങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞേ. ഞാൻ ആ ഉത്തരങ്ങളെന്നുള്ള മെസ്സേജ് ഞാൻ പ്രസംഗിക്കും. അത് ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. നമുക്ക് കർത്തൃമേശ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ ഉത്തരങ്ങളുടെ ദൈവമാണ്. ദൈവം മിണ്ടാതിരിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഞാൻ ആരാണെന്ന്. പക്ഷെ ധൈര്യത്തോടെ പറ, നമ്മളോട് കർത്താവ് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പം നമ്മൾ ഓർത്തു നമ്മുടെ ദൈവവും മിണ്ടാതിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, നമ്മുടെ ദൈവം മൗനത വെടിയാൻ പോകുന്നു. നമ്മുടെ ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ്. ആർക്കെങ്കിലും ഒക്കെ കരങ്ങളെ കൊടുത്തിട്ട് പറ, ദൈവം 10 വർഷമായിട്ട് മിണ്ടാതിരുന്ന കാര്യത്തിന് മൗനത വെടിയാൻ പോകുന്നു, ഉത്തരങ്ങൾ തരാൻ പോകുന്നു. ഉത്തരം തരും ബ്രദറെ. സിസ്റ്റർ, നിനക്ക് ഉത്തരം നൽകും. ഏതോമേ, നീ എഴുതി വെച്ചോ, ഞങ്ങളുടെ നീടനായിരുന്നു വെള്ളം, പക്ഷെ നീ വെള്ളം തരാതെ വന്നില്ലേ. ഒരു പ്രഭാതം ഏതോമിന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ, ഒരു പ്രഭാതത്തിൽ ഏതോമിന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ, ബൈബിളിനകത്ത് നോക്കിയേ കാണത്തില്ല, ഞാൻ എൻ്റെ വിശ്വാസ കണ്ണാ പറയാം, ഏത് വഴിയെ നടന്നു പോകരുമെന്ന് പറഞ്ഞോ ആ വഴിയെ ഇപ്പം എന്നാ വരുവാന്നറിയോ, വെള്ളം ദൈവം തരും. നീയട തമ്പുരാൻ ചോദിച്ചത് വെള്ളങ്ങളുടെ ഉടമസ്ഥനെയാടാ. ആമേൻ. ആഴിയിലെ വെള്ളത്തെ ഉള്ളം കൈക്കകത്ത് ഒരു ആഴിയിലെ വെള്ളത്തെ ചാമൻ അളക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലേ. ഏതോമിരേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുന്നു, ആത്മാവിൽ വെല്ലുവിളിക്കുന്നു. സഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല ഏതോമ്യരും കാണുക, ഞങ്ങൾ വെള്ളം കുടിക്കും. ചേർന്ന കര ഉയർത്തി പറഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിക്കും. ഈ കാര്യം മനസ്സിലായോ? ഇസ്രായേൽ മക്കൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തമ്പുരാൻ ഈ സാധനം ഓർത്തു. തമ്പുരാൻ പറഞ്ഞു, നോർമലി എനിക്ക് മഴയിലൂടെ വെള്ളം തരാൻ പറ്റും, കാറ്റെടുപ്പിച്ച് മഞ്ഞ് വെയിച്ച് വെള്ളം തരാൻ പറ്റും, പക്ഷേ ഇന്നത്തെ വെള്ളം ഞാൻ സ്പോൺസർ ചെയ്യും. എൻ്റെ സ്പോൺസർഷിപ്പ് ഇക്കാര്യം നടക്കും. വിശ്വസിക്കുന്ന എൻ്റെ ദൈവം പറയുന്നു, ഞാൻ സ്പോൺസർ ചെയ്യും. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റേ. ദൈവം സ്പോൺസർ ചെയ്യുമെന്ന്. ഇതാരെ എനിക്ക് നിങ്ങളുടെ സാധനം കയറുന്നോ? കർത്താവ് പറയും, ഇന്നത്തെ വെള്ളം, നമ്മൾ പറയത്തില്ല നാളത്തെ ഫുഡ് ഞാൻ സ്പോൺസർ ചെയ്യുന്നു ഭാഷ എന്ന് പറയുന്നത് പോലെ, ഇന്നത്തെ വെള്ളം എൻ്റെ വീതം. എവിടുന്നാണോ, ഏത് കാറ്ററിംഗ് സർവീസാണോ, ഏത് ബ്രാൻഡ് വെള്ളമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, ഞാൻ വെള്ളം തരും. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 2 രാജാക്കന്മാർ 3:21 എഴുതിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച, വെള്ളം വന്ന വഴി കണ്ടോ? ഏതുവഴി വന്നു? ഒന്നുകൂടെ പറഞ്ഞേ, ഏതോം വഴി. ഒന്നുകൂടെ അതിന് കുറേയും കൂടെ വെളിപ്പാടിൽ കയറിക്കൊണ്ട് പറഞ്ഞേ, ഏതോം വഴി എന്നുള്ളതിനാ ഏതോ മാറ്റിയിട്ട് പറഞ്ഞേ, നിന്റെ വഴി അടച്ചവൻ്റെ മുമ്പിലൂടെ, നിനക്ക് തരത്തില്ലെന്ന് പറയുന്നവൻ്റെ മുമ്പിലൂടെ. വാവ് വാവ്. അതല്ല ഒരു പുതുമ, അതിനല്ല നമ്മുടെ നാട്ടിൽ പറയുന്നത്, അതല്ല ഒരു ഹീറോയിസം, അതിനകത്തല്ല ഒരു പുതുമ. ഇല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ
ഇല്ലെന്ന് പറ. യേശുവേ, ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി, ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി വിളിച്ച് യേശുവേ. ഇല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ഇല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, തരത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, ബ്രദറെ നീ അങ്ങനെ തന്നെ വചനത്തെ വിശ്വസിക്ക്. സിസ്റ്റർ നീ അങ്ങനെ തന്നെ വിശ്വസിക്ക്. ഇല്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല. ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയുന്നു. നീ മിണ്ടാതിരുന്ന് ഞാൻ ആരെന്ന് അറിഞ്ഞുകൊള്ളാം എന്നുള്ള വചനത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നിങ്ങളുടെ ദൈവവും മിണ്ടത്തില്ലെന്ന്. 2026 ഫെബ്രുവരി മാസം ഒരു അനൗൺസ്മെന്റ് ആത്മാവിൽ ഞങ്ങൾ നടത്തുന്നു. ദൈവം സംസാരിക്കാൻ പോകുന്നു. ദൈവം സംസാരിക്കാൻ പോകുന്നു. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു. യഹോവ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. ഫാദർ എന്ന് പറഞ്ഞേ, ഇസ്രായേലിന് വേണ്ടി ദൈവം പറഞ്ഞേ, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം ഉത്തരമരുളാൻ പോകുന്നു. ആ വാക്കൊന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞേ, എനിക്ക് വേണ്ടി ദൈവം. കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റേ. എനിക്ക് വേണ്ടി ദൈവം ഉത്തരമരുളാൻ പോകുന്നു. ഇസ്രായേലിന് വേണ്ടി ദൈവം ഉത്തരമരുളാൻ പോകുന്നു. എങ്ങനെ ഉത്തരമരുളും? ആമേ. ആകാശം പറഞ്ഞു എന്നാ വന്നാലും ഞാൻ മറുപടി തരത്തില്ല. ദൈവം പറഞ്ഞു ആദ്യമേ ഞാൻ ആകാശത്തിന് മറുപടി കൊടുക്കും. ഭൂമി പറഞ്ഞു ഞാൻ വിളവ് തരത്തില്ല. ആമേൻ. ദൈവം പറഞ്ഞു നീ ആകാശം ഭൂമിയോട് കൽപ്പിക്കണം. ഭൂമി പറഞ്ഞു ഞാൻ ആമേൻ ധാന്യവും വീഞ്ഞും എണ്ണയോടും പറയും. എണ്ണയും വീഞ്ഞും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു അവർ നിനക്ക് ഉത്തരം നൽകും. യേശുവിൻ്റെ നാമത്തിൽ ഉത്തരങ്ങളുടെ ദിവസം, ഹാർവെസ്റ്റ് ഉത്തരങ്ങളുടെ ദിവസമാണ്. ഈ വൈഡനെ നിങ്ങൾക്ക് ആത്മാവിൽ പിടിക്കാമെങ്കിൽ പിടിക്കുക. ഹാർവെസ്റ്റ് ഉത്തരങ്ങളുടെ ദിവസമാണ്. പറഞ്ഞ ഈ 28 ദിവസത്തിനകത്ത് ചില ചോദ്യങ്ങൾക്ക് വാവ് ആൻസർ, ചില ഉത്തരങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ 28 ദിവസത്തിനകത്ത് ഇന്ന് 1-ാം തീയതി ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുന്നു. വരുന്ന 28 ദിവസത്തിനകത്ത് ദൈവത്തിന്റെ ഉത്തരം നീ കാണാൻ പോകുന്നു. ദൈവത്തിന്റെ മറുപടി നീ കേൾക്കാൻ പോകുന്നു. മിണ്ടത്തില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ ദൈവം ചിലത് സംസാരിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുടെ കരങ്ങളൊന്നും ഉയർത്തി പറഞ്ഞ ഈ വർഷം ഞാൻ ഹാർവസ്റ്റിനെ തൊടും. നിങ്ങൾ ഈ വർഷം എന്ന് പറയുമ്പം ഡിസംബർ വരെ നിൽക്കരുത്. ഫെബ്രുവരി ഹാർവസ്റ്റ് പറ. ഫെബ്രുവരി ഹാർവസ്റ്റ്. നിന്റെ എ പ്ലാനും ബി പ്ലാനും എല്ലാം മാറ്റി വെച്ചിട്ട് പറ, കർത്താവ് പ്ലാൻ ചെയ്യുന്നു. കർത്താവ് പ്ലാൻ ചെയ്യുന്നു. കർത്താവ് പ്ലാൻ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഉത്തരം വരാൻ പോകുന്നു. ഉത്തരം വരാൻ പോകുന്നു. ഉത്തരങ്ങളുടെ ദൈവം ചിലതിൻ്റെ കാണുക നോ, എനിക്കറിയത്തില്ല ആ വാക്ക്. നിന്റെ എമർജൻസി നീഡിനെ പോലും ക്യാൻസൽ ചെയ്ത ചിലവരുടെ കാണുക ദൈവം മറുപടി തരാൻ പോകുന്നു. സാജൻ ബ്രദർ ഈ ഫ്രണ്ടിലോട്ട് വന്നേ. ചിലതിൻ്റെയൊക്കെ മുമ്പേ ദൈവം ഉത്തരം നൽകാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ആമേൻ. ഇങ്ങോട്ട് കയറിക്കും. ഞാൻ ആത്മാവിൽ ഇത് ഞാൻ ആമേൻ ഇദ്ദേഹം പ്രാർത്ഥിക്കും. പക്ഷേ ഇദ്ദേഹം കയറി വന്നപ്പം ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഈ ചർച്ചിൻ്റെ ഇതിനകത്ത് ആ മുറിക്കകത്ത് ആൾക്കാരൊക്കെ ഇരിക്കാം, ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കാം, കിച്ചണിലിരിക്കാം, സ്റ്റെയറിലിരിക്കാം, എവിടെ ഇരിക്കാം. പക്ഷേ ആൾക്കാർ കൂടുതൽ കേൾക്കാൻ പോകുന്നത് സ്റ്റേജിൽ നിന്നുള്ള ശബ്ദമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിൻ്റെ ഹൈലൈറ്റ് മുഴുവനും സ്റ്റേജിലായിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വാസത്തോടെ രാമേൻ പറഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിക്കാമെങ്കിൽ പ്രതികരിക്കുക. നിന്റെ മുമ്പിൽ ഒരു ആഗമനം, നിന്റെ മുമ്പിൽ നീ പോലും